പിന്നെ ഇപ്പോൾ കമന്റിൽ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അഫോർഡബിൾ ആയിട്ടുള്ള മൈൽഡ് ഷാമ്പു ഏതാന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഈ 2 ഷാമ്പു നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതൊരു കഞ്ഞിവെള്ളം നാച്ചുറൽ കണ്ടീഷണർ ആണ് കേട്ടോ. നമ്മുടെ മുടിയിൽ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വരൾച്ചയൊക്കെ മാറ്റിയെടുക്കാനും ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനും ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 29 ആണ്. അപ്പോൾ നമ്മുടെ ചലഞ്ചിലെ ലാസ്റ്റ് ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം, ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടീഷണർ തയ്യാറാക്കാം. ഇന്ന് നമുക്ക് നാച്ചുറൽ കണ്ടീഷണർ മുടിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നാച്ചുറൽ കണ്ടീഷണർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. കുറച്ചല്ല, ഇന്ന് കുറച്ചധികം ഓയിൽ തേച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മുടിക്കും സ്കാൽപ്പിലും എത്രമാത്രം ഓയിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ എടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഏകദേശം ഒരു 4 സ്പൂൺ അളവിലൊക്കെ ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശ അളവാണ് കേട്ടോ. നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ഓയിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം പറഞ്ഞല്ലോ 4 സ്പൂൺ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഞാനിത് ഏകദേശം 1 സ്പൂൺ അളവിലാണ് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. കാസ്റ്റർ ഓയിൽ ചേർക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ 4ൽ 1 ഭാഗം മാത്രമേ നമ്മൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാസ്റ്റർ ഓയിൽ തിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2 സ്പൂൺ ഓയിലാണ് എടുക്കുന്നതെങ്കിൽ 1/2 സ്പൂൺ അളവിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. കാസ്റ്റർ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ഇപ്പോൾ തണുപ്പൊക്കെ ആണല്ലോ, അപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ലതാണ്, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിത് ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്കാൽപ്പിലേക്ക് പറ്റുന്ന ആ ഒരു ഇളം ചൂടില്ലേ, ആ ഒരു ചൂട് മതി കേട്ടോ. ആ ഒരു ചൂടോടുകൂടി നമ്മൾ എണ്ണ തേക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ ചൂടാക്കുന്നത് ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് വഴി നിങ്ങൾക്ക് ചൂടാക്കാം. പിന്നെ ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് വെയിലത്ത് വെച്ച് ചൂടാക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ച് ചൂടാക്കാം. പിന്നെ കാച്ചിയ എണ്ണ ഡയറക്റ്റ് തീയിൽ വെച്ച് ചൂടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏറ്റവും നല്ലത് ഡബിൾ ബോയിലിംഗ് വഴിയൊക്കെ ചൂടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞ് വെക്കുക. എന്നിട്ട് നമുക്ക് സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഓയിൽ തേച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം മാത്രമേ ഈ ഒരു അളവിൽ എണ്ണ എടുത്തിട്ട് ഉപയോഗിക്കാറുള്ളൂ. എല്ലാ ദിവസവും ഈ ഒരു അളവിൽ മുടിയിൽ എണ്ണ തേക്കുന്നത് അത്ര നല്ലതല്ല. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ മുടിയുടെയും സ്കാൽപ്പിൻ്റെ ഒക്കെ ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ തണുത്ത എണ്ണ തേക്കുന്നതിനേക്കാളും ചെറിയ ചൂടോടെ എണ്ണ തേക്കുന്നത് നല്ലതാണ്. ചിലവർക്ക് ചിലപ്പോൾ അത് പറ്റില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ പിന്നെ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ കരിഞ്ജീരകം എണ്ണയിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് തയ്യാറാക്കുന്ന കരിഞ്ജീരക എണ്ണയുണ്ട്. അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കാസ്റ്റർ ഓയിൽ വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് വീണ്ടും കാസ്റ്റർ ഓയിൽ ചേർക്കുന്നതെന്ന്. അപ്പം ഞാനിതിപ്പോൾ കാസ്റ്റർ ഓയിൽ ചേർക്കാത്ത കരിഞ്ജീരകം കാച്ചിയ എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ചേർത്തിയതാണ് ചേർക്കേണ്ട ആവശ്യമില്ല. കാസ്റ്റർ ഓയിൽ മുടിക്ക് ചേരുമെങ്കിൽ ചേർത്തി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് സ്കാൽപ്പിൽ എണ്ണ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ തേക്കുന്ന സമയത്ത് ഫ്രണ്ടിലും ബാക്കിലും എല്ലായിടത്തും ആവുന്ന രീതിയിൽ കവർ ചെയ്ത് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ കമൻറ്റിൽ കുറേ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഏതാണ് നല്ല ഷാമ്പു, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൈൽഡ് ഷാമ്പു പറഞ്ഞു തരുമോ എന്നുള്ളത്. ഞാൻ കുറേ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മാമാർത്തിൻ്റെ ഷാമ്പു ആണ്. അപ്പോൾ മാമാർത്തിൻ്റെ ഷാമ്പു അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അഫോർഡബിൾ അല്ലാന്ന് എനിക്കറിയാം. പിന്നെ എനിക്കിങ്ങനെ പ്രൊമോഷൻ അയച്ചു തരുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള 2 ഷാമ്പു ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നന്നായിട്ട് തോന്നി, നിങ്ങൾക്ക് അത് നന്നായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഷാമ്പൂവിൻ്റെ പേര് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ അത് പ്രൊമോഷനായിട്ട് എല്ലാവരും കണക്കൂട്ടും. അതുകൊണ്ടാണ് ഞാൻ ആർക്കും ഒരു ബ്രാൻഡിൻ്റെ നെയിമും ഞാൻ പറഞ്ഞു തരാത്തത്. അപ്പോൾ ഇതെനിക്ക് തോന്നി എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ടല്ല ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ദീദി ഷാമ്പൂല്ലേ, ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആണ്, മൈൽഡ് ഷാമ്പു ആണ്. പിന്നെ നമുക്ക് അങ്ങനെ വലിയൊരു ഡ്രൈനെസ് എനിക്കത് ഉപയോഗിച്ചിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചൊരു ഷാമ്പു ഉണ്ടായിരുന്നു, വാട്ടിക എന്ന് പറഞ്ഞിട്ടൊരു ഷാമ്പു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി കേട്ടോ. മൈൽഡാണ്, പിന്നെ അത് മാത്രമല്ല അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ വലിയൊരു ഡ്രൈനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ 2 ഷാമ്പു നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഓയിലൊക്കെ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നീരിറക്കത്തിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവർ മുടിയിൽ ഓയിൽ തേച്ചിട്ട് കുറച്ച് നേരം നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ തന്നെ കഴുകണേ കഴുകാം. പിന്നെ കുറച്ച് സമയം ഓയിൽ തേച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്നൊരു നാച്ചുറൽ കണ്ടീഷണർ തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ കണ്ടീഷണർ തയ്യാറാക്കാം. അത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മുടി കഴുകുന്ന സമയത്ത് അത് ഉപയോഗിക്കാം കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. വേഗം പോയിട്ട് നമുക്ക് നാച്ചുറൽ കണ്ടീഷണർ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടീഷണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല. ഏകദേശം ഒരു 4 സ്പൂൺ അളവിലൊക്കെ ആ ഒരു അളവിൽ മതി കേട്ടോ. കണ്ടീഷണറൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് അളവിലൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് അടുത്തായിട്ട് അലവേറ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അലവേറ ഞാനിവിടെ ഫ്രഷ് അലവേറയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. ഇനി ഇങ്ങനെ ഇല്ലാന്നാണെങ്കിൽ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു 2 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന്റെ പച്ചഭാഗവും ആ മുള്ളുഭാഗവും ഒക്കെ ഒഴിവാക്കിയിട്ട് ജെല്ല് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ജെല്ല് എടുക്കുന്ന സമയത്ത് കട്ടയില്ലാതെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റാറില്ല കേട്ടോ. ഞാൻ എങ്ങനെ ശ്രമിച്ചാലും എനിക്ക് കട്ടയില്ലാതെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീപ്പൊക്കെ ഉപയോഗിച്ചിട്ട് എടുത്താൽ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അറിയെങ്കിൽ ആ രീതിയിൽ കട്ടയില്ലാതെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കട്ട ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് നമുക്കൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ജെല്ല് എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ അത്യാവശ്യം ഞാൻ ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നന്നായിട്ട് കട്ടയുണ്ട്. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കഞ്ഞിവെള്ളവും ആ ജെല്ലുമായിട്ട് കറക്റ്റായിട്ടൊന്ന് മിക്സ് ആവണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കൊന്നും വേണ്ട. അങ്ങനെ ആകുമ്പോൾ വെള്ളം പോലെ ആയിപ്പോവും. ആ ഒരു ജെല്ല് ഫോമിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജെല്ല് എടുത്തിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ കഞ്ഞിവെള്ളവും ജെല്ലൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എത്ര സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും ഇതുപോലെ മിക്സ് ആവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒറ്റ യൂസിന് നിങ്ങൾ ഒരെണ്ണം ചേർത്താൽ മതി. ഇനി 2 പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം അളവ് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ 2 ക്യാപ്സ്യൂൾ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒരു 3 4 ഡ്രോപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ നിങ്ങൾ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താൽ വൈറ്റമിൻ ഇയും നമ്മുടെ ആ ഒരു ജെല്ലൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ജെല്ല് ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുടിയിൽ ഉപയോഗിക്കാം. മുടി കഴുകുന്ന സമയത്ത് ഈ ജെല്ലും കൂടി നമുക്ക് അതിനകത്തേക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മുടി കഴുകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുടിയിലേക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് മുടി ഒന്ന് നനച്ചെടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഷാമ്പു ഉപയോഗിക്കരുത്. പിന്നെ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുക. നമ്മുടെ മുടിക്ക് ആവശ്യത്തിനുള്ള ഷാമ്പു എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മാമാർത്തിൻ്റെ ഷാമ്പു ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക്, പിന്നെ ഞാൻ 2 ഷാമ്പുവിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഷാമ്പു ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കഴുകി എടുക്കുക. നമ്മുടെ മുടിയിൽ ഓയിലൊക്കെ തേച്ചിട്ടുണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേച്ചിട്ടുണ്ട്. ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന രീതിയിൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് ആദ്യം മുടി കഴുകി എടുക്കുക. അങ്ങനെ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി മുടി നന്നായിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നാച്ചുറൽ കണ്ടീഷണറൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സ്കാൽപ്പിലും മുടിയിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇനി നിങ്ങൾ ഇന്ന് കെമിക്കൽ കണ്ടീഷണർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുടിയുടെ മിഡ് ലെങ്ത് മുതൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഈ കണ്ടീഷണർ ആണെങ്കിൽ മൊത്തമായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കുക. കഞ്ഞിവെള്ളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ് കേട്ടോ. നമ്മൾ മുടി മൊത്തത്തിൽ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മുടിയിലും സ്കാൽപ്പിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 2 മിനിറ്റോ 3 മിനിറ്റോ അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് നീരിറക്കം അങ്ങനത്തെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്കാൽപ്പിലും മുടിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് പോകുന്നവരെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ കഴുകി എടുക്കുക. നമ്മുടെ കണ്ടീഷണറിൻ്റെ ഒരു അംശം പോലും നമ്മുടെ മുടിയിലോ സ്കാൽപ്പിലോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം വരെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി എടുക്കുക. അപ്പോൾ നമ്മുടെ ചലഞ്ചിലെ ലാസ്റ്റ് ഡേ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മുടിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചലഞ്ചിലെ ഹെയർ പാക്ക് ഇന്നുകൊണ്ട് കഴിയാണ്. നാളത്തോടു കൂടി നമ്മുടെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ച് കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് എന്തായാലും നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയണം. എന്തായാലും നമ്മുടെ ഇപ്രാവശ്യത്തെ ചലഞ്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് ലാഗായിട്ടാണ് പോയിട്ടുള്ളത്, കറക്റ്റായിട്ടൊന്നും അല്ല പോയിട്ടുള്ളത്. അപ്പോൾ ഞാനും എന്തായാലും റിസൾട്ടൊക്കെ അടുത്ത ദിവസം ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മുടിയൊക്കെ അളന്ന് വെച്ചിട്ടുണ്ട്, അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ
1 മാസമല്ല 1.5 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 1.5 മാസം കൊണ്ട് എത്രയൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ കണ്ടീഷണർ നമ്മൾ മുമ്പും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് നാച്ചുറൽ കണ്ടീഷണർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കഞ്ഞിവെള്ളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ആ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള വരൾച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ മുടിയിൽ ഫീൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്ന ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണ്. പിന്നെ കുറേ പേരൊക്കെ മൺസൂൺ ഹെയർ കെയർ റുട്ടീൻ, പിന്നെ സ്കൂളിലേക്ക് പോകുന്നവർക്കുള്ള ഒരു റുട്ടീൻ, ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കുള്ള റുട്ടീൻ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് എന്നോട് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട്. എല്ലാ കമന്റും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്കുള്ള ഹെയർ കെയർ റുട്ടീൻ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. മഴ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ കുറച്ച് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ആണെന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.